ചങ്കുവിന് തോന്നിയെന്ന് പറ. ചങ്കുവിന് ഇപ്പം അമ്മയെ കാണാൻ തോന്നുന്നുണ്ടോ? ചങ്കുവിന് അമ്മയെ കാണണമെന്നും അമ്മയുടെ ഫുഡ് ഉമ്മറൊക്കെ പോയപ്പോൾ എന്തോ തോന്നിയേ? സങ്കടം തന്നെ തോന്നി. സങ്കടം തോന്നി. സത്യം അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സങ്കടം വന്നു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ അമ്മ ഉമ്മറയ്ക്ക് വന്ന ദിവസം കുറച്ച് വീഡിയോസ്, കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്നതും പിന്നെ ഞങ്ങൾ പോയതും ആ പള്ളിയുടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരു മാനസിക അവസ്ഥയിലായിരുന്നില്ല ഞാനും മക്കളും തന്നെ. ഞാനും മക്കളും അമ്മയും ഒക്കെ തന്നെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് വീഡിയോ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മ യാസിന് ദുആ ഒക്കെ ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഞാനും മക്കളും ഒക്കെ കരച്ചു തുടങ്ങി. ചങ്കുറൊക്കെ അമ്മ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസാണ് ചങ്കുറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. ചങ്കുറൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവരങ്ങനെ കരഞ്ഞെടുക്കുന്നത് എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ആ പള്ളിയിലടക്കം പോയപ്പോൾ ആ പള്ളിയിലെ ദൃശ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. നല്ല അടിപൊളി പള്ളിയായിരുന്നു, പായിപ്പാട് പള്ളി. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയൊക്കെ ബസ്സിൽ കയറി പോയപ്പോഴൊക്കെ ചങ്കുറുവിനെ കരഞ്ഞും ചങ്കുറുവിനെ എടുത്തുകൊണ്ട് നിൽക്കുകയും നടക്കുകയും ആകെ ഞാനും മക്കളും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ചങ്കുറു വലുതായി പിന്നെ അമ്മ ആദ്യമായിട്ടാണ് അവൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കുന്നത്. അവൻ മൂന്നാറിലോട്ട് വരുമെങ്കിലും വീട്ടിൽ അമ്മ ഇല്ലാതെ അവനങ്ങനെ നിന്നിട്ടില്ല. പിന്നെ അതുപോലെ അവൻ ചോദിച്ച് അമ്മ ഞങ്ങളെ ആരെ ഏൽപ്പിച്ചിട്ട് അമ്മ പോകുന്നത്, ഞങ്ങൾക്ക് ആരുണ്ട് അമ്മ പോയിട്ട് പോകണ്ട ഇവിടെ നിന്നാൽ മതി, സത്യം അമ്മ പോകണ്ട അതുപോലെ കരയുകയാണ്. അപ്പോൾ അമ്മ നിയത്തിയത് അങ്ങനെ നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ മക്കളെ കണ്ടത്. അപ്പോൾ അമ്മ അങ്ങനെ പറയല്ലേ മക്കളെ, അമ്മ പോയിട്ട് വരാം പറഞ്ഞ അമ്മ ചോദിച്ചാൽ അമ്മയ്ക്കും ഭയങ്കര സങ്കടവും മാറി നിൽക്കുന്നതിന്. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസം വീട്ടിൽ ഇരിക്കുന്നതിന് ആവശ്യമായ ഫുഡ് വരെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് സത്യത്തിൽ പോയെന്ന് പറയാം. അവരുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സാധിച്ച് അവരൊരു കാരണവശാലും സങ്കടപ്പെടുത്തരുത്, വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എൻ്റെ ഈ കടയിൽ മക്കളാണെങ്കിലും അവരുടെ ആവശ്യങ്ങളെല്ലാം ഒരു 3/4 ഭാഗത്തോളം സാധീകരിച്ച് കൊടുക്കുന്നതും പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുന്ന സത്യം അമ്മയാണ്. നമ്മൾ പുറമെ ഇങ്ങനെ ചെയ്യുമെങ്കിലും ഡീപ്പായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നത് ഇപ്പോഴും അമ്മ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അമ്മ അവിടെ പോയിട്ട് ഞങ്ങൾ മൂന്നാറിൽ വന്നപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അതിനോട് കൂടുതൽ ദൃശ്യങ്ങളും സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം എങ്ങനെ ഞങ്ങൾ പോയെന്ന് വെച്ചാൽ വീട്ടിൽ ഞങ്ങൾ അധികം ആരെയൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം അമ്മ ഹജ്ജിന് പോയപ്പോൾ നല്ല എല്ലാവരെയും വിളിച്ച് ദുബായൊക്കെ നടത്തി യാത്ര കൊണ്ടൊക്കെ പോയത്. അപ്പം ഉമ്മയ്ക്കുമ്പോൾ അത്രയും ഇത് വേണ്ടായല്ലോ വെച്ച് പിന്നെ പന്ത്രണ്ടത്തൊക്കെ അമ്മ പോയപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ തലേന്ന് പന്ത്രണ്ടത്തുനിന്ന് അമ്മായും അണ്ണനും പിന്നെ മാമാടെ മോനും ഷമീനാക്കായും അണ്ണൻ്റെ ഭാര്യയും മക്കളും അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. വൈഷിജു അണ്ണനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തലേന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്നാണെങ്കിൽ പത്തനാത്ത മാമായും മാമിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്നതിനന്ന് വേറെ ആരും വന്നില്ല. അമ്മായിക്കപ്പോൾ തടവരി യാസിനോദരി മധുരഫലമൊക്കെ വെച്ച് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മക്കൾക്കും പായസം ഇഷ്ടമാണല്ലോ. അത്താക്ക് ചങ്കുറ് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്താണ് ഇഷ്ടം, ചങ്കുറിന് ഇഷ്ടം, അതാണ് ചങ്കുറിൻ്റെ ഇഷ്ടം. അത്തായെ അവരിത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ വാക്കുകളിൽ കൂടി ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു വ്യക്തിയായിട്ട് അവർ നേരിട്ട് കണ്ട ഒരു വ്യക്തിയെ പോലെ അവർ സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 4 മണിയോടെ ഞങ്ങൾ മഴക്കോളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതോടെ ഞങ്ങൾ മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ആ സമയത്തായിരുന്നു ദുബൈയിലൊക്കെ ഭയങ്കര മഴയും വെള്ളപ്പൊക്കമൊക്കെ. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ എന്തോ ഡിലേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി നേരത്തെ പുറപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരത്തെ 4 മണിയായപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ നമ്മളവിടെ ഞങ്ങൾ അവിടെ എത്തുന്നിടം വരെ മഴയൊന്നും പെയ്തില്ല. ഞങ്ങൾ പോയിട്ട് തിരിച്ച് വരുന്നിടം വരെ മഴയൊന്നും പെയ്തില്ല. അന്യായ ചൂടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഭയങ്കര കരച്ചിൽ ഇതൊക്കെ. പിന്നെ ചങ്കുറ് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ അവന് എന്തോ അസുഖം തോന്നി, അവന് വൊമിറ്റ് ചെയ്യും. അവനാകെ സങ്കടത്തിലായിരുന്നു. ഇപ്പോഴും അവന് അമ്മ വന്നിട്ടേ വീട്ടിൽ പോകുന്നുള്ളൂ, അമ്മ ഉള്ള വീട്ടിലേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുക. മൂന്നാറിൽ നിന്ന് അമ്മയെ മെസ്സേജ് പറയും അമ്മ വന്നിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ എന്തോ കഴിച്ചു, അമ്മ എന്തോ എടുത്തു, ആരോട് ഉറങ്ങി, ഇത് സീറ്റ് ചെയ്യുന്നു. അതൊക്കെയാണ് അവൻ്റെ പ്രശ്നം. അമ്മ വേറെ ആരെയും കൂടെ അങ്ങനെ മിങ്കിൾ ചെയ്യുന്നത് സത്യത്തിൽ കുഞ്ഞിൻ്റെ തൊട്ട് എനിക്കും അധികം താല്പര്യക്കുറവുണ്ട്, ചങ്കുറിനും ഉണ്ട്. അമ്മ പറയും എന്നെ കണ്ടാവും പഠിക്കുന്നത്, ഞങ്ങളുടെ ഭയങ്കര സെൽഫിഷാണ് അമ്മയുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നിട്ട് ഞങ്ങൾ ഒരു 3 ദിവസം ഞാനും അത് ഇടയ്ക്ക് വിട്ടു കേട്ടോ. പിന്നെ നമ്മൾ പായിപ്പാട് പള്ളിയിൽ നിന്നാണ് പോയത്. പായിപ്പാട് പള്ളിയിൽ നിന്ന് ട്രാവൽസിൽ എല്ലാവരും കൂടെ പോകാനോട്ട് മാമ്മയുടെ മോൻ ഉസ്താദും വൈഫും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ അക്കാടെ മോനും വൈഫും ഉണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു. അപ്പോൾ അക്കാടെ മോള് സിംഗിളായിട്ടാണ് പോകുന്നത്. അപ്പോൾ അക്കാണ് അമ്മയുടെ ഒരു കൂട്ടായിട്ട് ഇരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അമ്മയ്ക്ക് പോയപ്പോൾ കാലിന് മുട്ടിനൊക്കെ ഭയങ്കര നീരും വേദനയൊക്കെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തൊട്ടേ അമ്മയെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. എന്നാലും ഞാൻ പറഞ്ഞ അമ്മയെ നോക്കിക്കൊണ്ടതിന് അമ്മയെ ഏൽപ്പിച്ച്. അപ്പോൾ അമ്മ ഗുളിക കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി മരുന്നും ബാഗൊക്കെ വെച്ച് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് അമ്മ ട്രാവൽസ് ചങ്കുറൂർ അമ്മ സീറ്റിൽ കയറ്റി ഇരുത്തണമെന്ന് ആഗ്രഹമായിരുന്നു. ബസ്സിലൊക്കെ സീറ്റിൽ കയറ്റി ഇരുത്തി ചങ്കുറു ഭയങ്കര കരച്ചിലായിരുന്നു. ചങ്കുറിനെ സമാധാനിപ്പിക്കണോ ഞാൻ കരയണോ എന്നൊക്കെ ഒരു ടെൻഷൻ. ചെച്ചായും ചിന്നമ്മയും ഉണ്ടായിരുന്നു. പിന്നെ മാമായും അമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം അവരൊക്കെ ഉള്ളതുകൊണ്ടേ
അപ്പോൾ സത്ത് ചിന്നമ്മയോടെ കുറേ നേരം നിന്നിട്ട് പിന്നെ കുറച്ച് അമ്മ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട സത്തും വന്നു. പിന്നെ ബസ് അങ്ങ് പോകുന്നിടം വരെയും ചങ്കുറും അങ്ങ് നിൽക്കാറിയാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് അമ്മ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ 3 പേരും ഒരു 1.5 ദിവസത്തോളം ഞങ്ങളങ്ങനെ ആഹാരം ഒന്നും കഴിച്ചില്ല. അമ്മ ചോദിക്കുമ്പോൾ കഴിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ വളരെ അപ്പോൾ നീ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലേ, അവർക്കും വേണ്ട എനിക്കും വേണ്ട, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇരുന്നു. പിന്നെ കുറേ ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് ഇക്ക വന്നു. പിന്നെ അണ്ണൻ്റെ വൈഫും മോനും വന്നു. ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇക്കയുടെ കസിൻ്റെ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി അങ്ങനെ പിന്നെ കല്യാണം ചൂടില്ല. ഇക്കയെ കണ്ടപ്പോൾ പിന്നെ കുറച്ചുകൂടെ മക്കളുടെ കാമായി. എല്ലാവർക്കും ഞങ്ങൾ 2-3 ദിവസം ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതൊരു പ്രശ്നമല്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ നമ്മൾ കഥ അടച്ച് നമ്മൾ സേഫ്, നമുക്കറിയാമല്ലോ വീട്ടിലെവിടെയാണ് സേഫ്, എങ്ങനെയാണ് നമ്മൾ സേഫായിട്ട് ഇരിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സേഫായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങളാരെങ്കിലും പേടിച്ചാലേ ഉള്ളൂ, നിങ്ങൾക്കതിൻ്റെ പേടിയൊന്നുമില്ല എനിക്കറിയാം, എന്നാലും അമ്മയ്ക്ക് ടെൻഷൻ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞ് ഞായറാഴ്ച കല്യാണം കഴിഞ്ഞു. തിങ്കളാഴ്ച ദിവസം ഞങ്ങൾ വീണ്ടും കല്യാണത്തിന് പോയ സംഭവങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ട്യൂസ്ഡേ ഞങ്ങൾ വീട്ടിൽ നിന്ന് മൂന്നാറിലോട്ട് വന്നു. മൂന്നാർ വന്ന് വെനസ്ഡേ ആയപ്പോൾ എനിക്ക് പനിയായി. സാധാരണ മൂന്നാറിലോട്ട് വരുമ്പോൾ ഇങ്ങനെ പനി വരുന്നൊന്നുമല്ല, മക്കൾക്ക് വന്നാലും എനിക്ക് വരുന്നതല്ല. പക്ഷെ ഞാൻ വീട്ടിൽ ഇപ്രാവശ്യം വെയിലും ആ സമയത്ത് ഭയങ്കര വെളിയിലെല്ലാം കഷ്ടപ്പാടും ഒത്തിരി തണുത്തവളും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ടോട്ടലെല്ലാം കഴിച്ചിട്ട് എനിക്ക് പനി വന്നു. എൻ്റെ പനി ഏകദേശം മൊത്തത്തിൽ മാറുന്നില്ല അങ്ങോട്ട്. ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കുറേ വോയിസ് ഓവർ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കണം. ചെറുതായിട്ട് ചങ്ക്രൂന് മൂക്കടപ്പ് വന്നിട്ടുണ്ട്. സത്തിനാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല നിലയിൽ ചൂട് മൂക്കടപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉച്ചക്കത്തെ ഗുളിക കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്ക് സത്ത് ആകെ ടയർഡായി. അപ്പോൾ ഞാൻ ഗുളികയെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ആഹാരം കഴിക്കാൻ സ്ഥിതി പോയിട്ടില്ല. ഇന്നും ഞങ്ങൾക്ക് റൂം ഷിഫ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ 3ാമത്തെ റൂമാണിത് കേട്ടോ. അപ്പോൾ റൂം ഷിഫ്റ്റിൻ്റെ വീഡിയോ വീണ്ടും ഉണ്ടായല്ലോ. അപ്പോൾ ഞാൻ അതൊരു ഷോർട്ട്സായിട്ട് ഇടാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിഷയം. ഇന്നിപ്പോൾ 28 ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയില്ല. വോട്ടിനന്ന് ഞാൻ പനിയായിട്ട് കിടക്കുമായിരുന്നു, അതുകൊണ്ടാണ് പോകാൻ. ഇക്ക പിന്നെ ബസ്സിൽ പോയി വോട്ട് ചെയ്തിട്ട് വന്നു. പനിയില്ലാണ്ടെങ്കിൽ നമുക്ക് പോയി പറ്റായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് വോട്ടിംഗ് പ്രായമായപ്പിന്നെ വോട്ട് ചെയ്യാത്തത്. ഞാനും അമ്മായും വോട്ട് ചെയ്യാത്തത് വോട്ട് ചെയ്താണ്. അതിൻ്റെ സങ്കടമുണ്ട്. പക്ഷേ നമ്മുടെ ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളായതുകൊണ്ട് വോട്ട് കഴിഞ്ഞിട്ട് വന്നാൽ മതി നിൽക്കുക പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ കുറച്ച് സമയം കിട്ടത്തുള്ളൂ. അതൊക്കെ കൊണ്ട് ഞങ്ങൾ ഇതായി വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അമ്മ ഉമ്മയ്ക്ക് പോയ വിശേഷവും പിന്നെ ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നും ഞങ്ങളെപ്പോൾ എവിടെയാണ്. ഞങ്ങളിപ്പോൾ മൂന്നാറാണ് നിൽക്കുന്നത്. ഇനിയിപ്പം അമ്മയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അമ്മയെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അമ്മ നിൽക്കുമ്പോഴേ നമ്മൾ പല വീഡിയോ ഷോർട്സ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടോ അല്ല ഇതാന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഒറ്റയ്ക്ക് രാത്രി ഞാൻ മക്കൾ നിൽക്കുമ്പം ഒന്നും നമുക്ക് പേടി അങ്ങനെ ടെൻഷനൊന്നുമില്ലല്ലോ. തന്നെത്താനെ കിച്ചണിലെല്ലാം ഒതുക്കി കിച്ചണിലടച്ച് നമ്മൾ ശാന്തമായിട്ട് അങ്ങനെ പോകുമ്പോൾ വീട്ടിൽ ഒരു മൂകതയും ഒരു ഏകാന്തതയൊക്കെ തോന്നും. ഞാനോ നമ്മളെ തർക്കവും ഇതൊക്കെ അറിയാവുന്ന വിചാരിക്കും. ഈ തമ്മിലുള്ളപ്പോൾ കലവിലൊക്കെ ബഹളമാണ്. എന്നിട്ട് ഇപ്പോൾ പറയാൻ അതാണ് നമുക്ക് പലതും നമുക്ക് അമ്മായിക്കും പക്ഷേ അങ്ങനെ ആയിരിക്കും കേട്ടോ. പിന്നെ അമ്മായിക്ക് അമ്മയുടെ ചേട്ടത്തിന് ഞങ്ങളുടെ മക്കളുകൊണ്ട് അത്രയും ഫീൽ ചെയ്യണമെന്നില്ല, എന്നാലും അമ്മയ്ക്ക് ഫീൽ ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞാനപ്പം എൻ്റെ മക്കളുടെ അനുഭവങ്ങളോട് ചോദിച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ. അമ്മ നമ്മൾക്ക് ഇപ്പോൾ ചങ്ക്രൂന് എന്താ തോന്നിയേ? പറടാ. പിന്നെ പറയണ്ട, ഇപ്പം പറ എന്താ തോന്നിയെന്ന് പറ. ചങ്ക്രൂന് ഇപ്പോൾ അമ്മയെ കാണാൻ തോന്നുന്നുണ്ടോ? ചങ്ക്രൂന് അമ്മയെ കാണണമെന്നും അമ്മയുടെ ഫുഡ് മിസ് ചെയ്യുന്നു ഒക്കെയുള്ള ഫീലിങ്സ് ഉണ്ട്. അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചങ്ക്രൂൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. പിന്നെ അമ്മ വിളിക്കുമ്പോൾ ആദ്യത്തെ 2 ദിവസമൊക്കെ രണ്ടുപേരും കരയൊക്കെ ചെയ്തു. കോള് കിട്ടാഞ്ഞപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ അവരോട് നിങ്ങളങ്ങനെ കരയുമ്പോൾ അമ്മയ്ക്ക് സങ്കടം വരും, നിങ്ങൾ കരയരുത് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് സത്തിനോട് ചോദിക്കാം. ചങ്ക്രു ആക്കണ്ട. സത്ത് ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. സത്ത് അമ്മ വിളിച്ചില്ല സങ്കടത്തിൽ കിടന്നൊരു രാത്രി കൊണ്ട് സത്തിൻ്റെ കണ്ണാടി ഒടിച്ച് കളഞ്ഞു എന്നാണ് സത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സത്തിന് ശകലം പനിൻ്റെ ലക്ഷണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ മുഖം അങ്ങനെ ഇരിക്കുന്നു കേട്ടോ. സത്തിന് അമ്മ ഉമ്മക്ക് പോയപ്പോൾ എന്തോ തോന്നിയേ? സങ്കടം തന്നെ തോന്നി. സങ്കടം തോന്നി. സത്തിന് അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സങ്കടം വന്നു കേട്ടോ. സത്തിന് ഒന്നും പനി കൂടെ ആയതുകൊണ്ട് സത്തിന് നല്ല സങ്കടം വരും. സത്തിൻ്റെ മുഖം കണ്ടോ? എന്തിനാ സങ്കടപ്പെടുന്നത്? അമ്മ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരുമല്ലോ. അമ്മയെ കുറച്ച് ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. സത്യന് അമ്മയെ കാണാത്തതുകൊണ്ട് നല്ല സങ്കടം വരുന്നുണ്ട്. ഞങ്ങൾ സംസാരിച്ച് ഇതാവുന്നില്ല. വീഡിയോയുടെ മുമ്പിൽ കരയാതിരുന്നും അനുജി സംസാരിക്കാനൊക്കെ ചിലപ്പോൾ എന്നെക്കൊണ്ട് സഹായിച്ചെന്ന് വരും. പക്ഷേ മക്കൾക്ക് അത് സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് ഞാൻ ഇതിൻ്റെ മുൻപിലായിട്ടോ ബാക്കിലോട്ടോ ആയിരിക്കും മറ്റേ വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.
ഞാനപ്പോൾ പറഞ്ഞില്ല അമ്മ ഉമ്മറയ്ക്ക് പോയ ദിവസത്തെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് രാവിലെ ചങ്ക്രു സത്തു എണീറ്റ് വന്നു. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്നിട്ട് ടി വിയിൽ വീഡിയോ വെച്ച് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അന്ന് ചങ്ക്രുവിൻ്റെ ബർത്ത്ഡേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 2-ാമത്തെയോ 3-ാമത്തെ ദിവസമായിരുന്നു. അപ്പം ഞാൻ ചങ്ക്രുവിന് വീഡിയോ വെച്ച് കൊടുത്തു. ചങ്ക്രു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, സത്തും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മീനച്ചാറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അടച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ ടിന്നിലാക്കി വെച്ചു. പിന്നെ അമ്മ പായസം വെക്കാൻ ചവ്വരി അടുപ്പത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കലേക്ക് തോരൻ വെക്കാൻ പയറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാർ ഞാൻ കോരിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക്രു പയർ പൊളിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അവിടെ ചവ്വരി ഇപ്പുറത്ത് വേകുമ്പം ചങ്ക്രു പയർ പൊളിക്കുമ്പോൾ ഞാൻ അച്ചാർ കോരിയിടുമ്പോൾ അമ്മ പായസം വെക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അമ്മ പായസം വെച്ചുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ മീനച്ചാർ വന്ന് ടിന്നൊന്നുകൂടെയൊക്കെ വെള്ളമൊക്കെ തുടച്ചിട്ട് കോരിയിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പായസം വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് പയർ വന്ന് എല്ലാം ഞാൻ അരിഞ്ഞും വെച്ചു കേട്ടോ. അച്ചാർ കോരിയിട്ട് കഴിഞ്ഞ് എന്നിട്ട് പയർ തോരന് വേണ്ടി തേങ്ങ തിരുമ്മി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിക്കാൻ പോയി. ഞാൻ കുളിച്ചു, മക്കളെ കുളിപ്പിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ സമയത്ത് ചങ്ക്രു നമ്മുടെ മുറ്റത്ത് വന്ന പൂച്ചയൊക്കെ ഓടി കേട്ടോ. പോ പൂച്ചയെന്ന് പറഞ്ഞിട്ട്. ഈ മാവ് നിറച്ച് മാങ്ങയായിരുന്നു. പക്ഷേ ഒരു മാങ്ങ പോലും തിന്നാൻ കൊള്ളത്തില്ല. മാവിൽ കിടന്ന് തന്നെ മാങ്ങ വാടി താഴെ വീഴും കേട്ടോ. പക്ഷെ തിന്നാൻ കൊള്ളത്തില്ലെങ്കിലും അതിൽ നിന്ന് പുഴു ഈച്ചയെല്ലാം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു, കൊതുകുമൊക്കെ. ചങ്ക്രു അപ്പം 4 സൈഡും പൂച്ച ഓടിക്കട്ടോ. കുറേ നേരം ടി വി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ടി വി ഉണ്ട്, ഇറങ്ങി വന്ന് കുറച്ചും വെളി കളിക്കുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവൻ വെളി വന്നിട്ട് പൂച്ചയെ എറിഞ്ഞ് ഓടിച്ച് കളിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പായസം ഏകദേശം റെഡിയായി. അമ്മ എല്ലാം ഇട്ട് ഇതാക്കി. അപ്പോൾ അമ്മയ്ക്ക് ഇനി നടുവിനൊക്കെ വേദനയുണ്ടാക്കും, മുട്ടിനൊക്കെ വേദന, അത്ര നിന്ന് ഇളക്കാൻ പറ്റും. അമ്മ എന്നോട് പറഞ്ഞു, സിന നീ ഇളക്കി, എനിക്ക് ഇന്ന് വലിയൊന്നും ഇളക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഇളക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വലിയ വശമൊന്നും ഇല്ലാത്തെങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പായസം ഇളക്കി ഇറക്കി കൊടുക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, എല്ലാ ഭാഗത്തും കറക്കണം, ചവരിയൊക്കെ ഇട്ടുകൊണ്ട് അടി പിടിക്കും, നീ നല്ലപോലെ ഇളക്കണം. ഞാനങ്ങനെ മറ്റേ കല്യാണത്തിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കല്യാണത്തിനകത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നിട്ട് എന്തോ ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. വീട്ടിൽ മൊത്തത്തിൽ ഇന്നൊരു ശാന്തതയും മൂകതയൊക്കെയാണ്. കാരണം അമ്മ പറയുന്നതെല്ലാം ഞങ്ങൾ 3 കൃത്യമായിട്ട് അനുസരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ പിന്നാട്ടെ ഇതാട്ടെ എന്നൊക്കെ പറയാം. അപ്പോൾ അമ്മ ഉമ്മറയ്ക്ക് പോകുന്ന സങ്കടം കൊണ്ട് ഞങ്ങൾ 3 പേരും അമ്മ പറയുന്നതെല്ലാം അതുപോലെ അനുസരിച്ച് അച്ചടക്കത്തോടെ നിൽക്കുന്നൊരു ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ അമ്മ ലാസ്റ്റ് എന്നോട് പറഞ്ഞു, ഞാൻ കുളിക്കാൻ പോകാൻ, നീ അതിനകത്ത് നെയ്യൊക്കെ തൂവാൻ പറഞ്ഞു. അപ്പം ഞാൻ നെയ്യൊക്കെ തൂവി. ചങ്ക്രൂസത്തോടെ എന്നോട് എന്തോ പറയും കേട്ടോ ചങ്ക്രു. ഞാൻ ചങ്ക്രുവിനോട് പറഞ്ഞു, എന്തോ പറയുമല്ലോ, ഇപ്പോഴെനിക്ക് ഓർമ്മ വരും. ചങ്ക്രുവിനോട് പറഞ്ഞു, ഞാൻ അമ്മ പോട്ട് ഞാൻ അടിച്ച് ഒതുക്കൂടാ, ഞാൻ ശരിയാക്കണം, അവനോട് റംബൂട്ടിനെ അടിക്കും, എന്നെ അടിക്കും, എനിക്ക് കാണണം എന്നൊക്കെ അവനോട് ഇങ്ങനെ പറയാം കേട്ടോ. മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ കുളിച്ചിട്ട് വന്നില്ല കേട്ടോ. ഞങ്ങൾ കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ. ചങ്ക്രുവിനെ വിളിച്ചുകൊണ്ട് ഞാൻ കുളിക്കാൻ കയറി പോട്ടോ. അപ്പോൾ ആദ്യം ചങ്ക്രുവിനെ കുളിപ്പിച്ചിട്ട് പിന്നെ സത്ത് കുളിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ 2 ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടായിരുന്നു ബെഡ് വിരിച്ചിടാൻ വേണ്ടി. കാരണം നമ്മൾ അമ്മയെ കൊണ്ടുപോകാൻ പോയിട്ട് വന്ന് പിന്നെ ബെഡൊക്കെ വിരിച്ച് കിടക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് വന്ന് എനിക്ക് എപ്പോഴേ അറിയാം, പോയിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും. അപ്പം ഞങ്ങൾക്ക് ബെഡ് വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കാണത്തില്ല. അപ്പോൾ ചങ്ക്രുവിനെ കുളിപ്പിച്ചു. എന്നിട്ട് സത്തിനെ കുളിക്കാൻ വന്നു, സത്തിനെ കുളിപ്പിച്ചു. സത്ത് കുളിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂമൊക്കെ നീറ്റാക്കി ഇട്ടു. നമ്മുടെ ചങ്ക്രുവിൻ്റെ ബാറ്റും സ്റ്റമ്പൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് അവധി കിട്ടിയിട്ടും അവരോട് പ്രോപ്പറായിട്ട് കളിക്കാനല്ല അതിനുള്ള സമയമൊന്നും ഞാൻ ചിലവിട്ടിട്ടില്ല. എങ്ങനെയൊക്കെ സമയം പോവുക, എന്താ നടക്കുന്നതെന്ന് എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവന്മാർക്ക് പിന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തുമ്പോൾ അവന്മാർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ മുമ്പേ മാങ്ങയുടെ കാര്യം പറഞ്ഞു. മാങ്ങ കണ്ടോ, മൊത്തം അടിഭാഗം വാടി അടിയിലോട്ട് ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ കറുത്ത് മൊത്തം തറയിൽ വീഴുന്നത്. മാങ്ങ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കുറേ നമ്മൾ ഓൺ വോയിസ് സംസാരിച്ചിട്ടില്ലേ, അതിന് കുറച്ച് സ്പീഡ് കൂടുതലും സൗണ്ടിന് ക്ലാരിറ്റി കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് പനിയും നല്ല മൂക്കടപ്പുള്ള സമയത്താണ് ഞാൻ ആ വോയിസ് ഓവർ കൊടുത്തത്. അതാണ് എനിക്ക് സൗണ്ട് അങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. നമ്മുടെ ചങ്ക്രുവിൻ്റെ ജീപ്പ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജീപ്പം ഞാനപ്പോൾ വീടും മൊത്തം തൂത്തുവാരി മൊത്തം ക്ലിയർ ചെയ്തായിരുന്നു കേട്ടോ. കാരണം ഏകദേശം എല്ലാ പണികളും ഒതുക്കിയായിരുന്നു. ഞാനും മക്കളും തന്നെ ആകുമ്പോൾ എനിക്ക് അവരോട് ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ, ഞാൻ പോകുന്നിടത്തെല്ലാം അവരെ കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യണ്ടേ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ചു. മാമായും മാമിയൊക്കെ വന്നായിരുന്നു. അവരോട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പായസം കൊണ്ട് കൊടുക്കേണ്ടവരൊക്കെ പായസം കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ചായ വെച്ച് അമ്മയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് മാത്രം ചായ മതി എന്ന് പറഞ്ഞു. പിന്നെ ആർക്കും ചായ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ വെച്ച് കൊടുത്ത് അമ്മ യാസിൻ ദുബയൊക്കെ ഇരുന്നിട്ട് ചച്ചായും ചിന്നമായും ഞാനും അമ്മായും ചങ്ക്രുവും സത്തും കൂടെ വന്നു. ഇതാണ് നമ്മുടെ പായിപ്പാട് പള്ളി ജുമാ മസ്ജിദ് കേട്ടോ. ഇവിടെ പായിപ്പാട് ഇപ്പോൾ പുതുതായിട്ട് പണിത വലിയ പള്ളിയായിട്ടോ. 1 വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഇവിടെ അമ്മമ്മയുടെ മോൻ ഉസ്താദായിട്ട് ജോലി ചെയ്യുന്നത്. ഉസ്താദും പോകുന്നുണ്ട് ഉംറയ്ക്ക്.
അമ്മായിക്കാണെങ്കിൽ കാലും മുട്ടും ഭയങ്കര വേദന. അമ്മയ്ക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. ശങ്കുറു അമ്മ പോകുന്ന പറഞ്ഞാൽ അമ്മയോടെ പോകാമെന്ന് പറഞ്ഞ് അവൻ അമ്മയുടെ കയ്യെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. സത്തനെ ആണെങ്കിൽ ചിന്നമ്മയുടെ അവിടെ നിർത്തി. ചിന്നമ്മയും സത്തും കൂടെ അവിടെ ഓഫീസ് റൂമിൽ ഇരുന്നു. സത്ത് വരുന്നില്ല, അവിടെ ഇരിക്കുവാന്ന്. സത്തിനാണെങ്കിൽ സങ്കടം കൊണ്ട് അമ്മയുടെ അടുത്തോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ചങ്കുറു ആണെങ്കിൽ സങ്കടം കൊണ്ട് അമ്മയെ വിട്ട് അങ്ങോട്ടും തിരിയുന്നില്ല. അപ്പോൾ അമ്മായിക്കും സങ്കടമുണ്ട് അമ്മയുടെയും മുഖം കണ്ട. എന്നിട്ട് സത്ത് ഇങ്ങനെ മുമ്പിൽ പോയി അമ്മ എവിടെയാ പോകുന്നത്, അമ്മ ആരോടാ പോകുന്നത്, അമ്മ ഏത് സീറ്റിലാണ് ഇരിക്കുന്നത്, അമ്മ എവിടെ ഇരിക്കണം എന്നൊക്കെ അവൻ അമ്മ ഗൈഡ് ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, അമ്മയ്ക്ക് അറിയാമോ പോകാൻ, അമ്മ ഞങ്ങളില്ലാതെ എന്തിനാണ് പോകുന്നത്, അങ്ങനെ ഓരോരോ സംശയങ്ങളാണ് അമ്മ ഇങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്തു. ഇപ്പം അമ്മ ഇവിടെ നിസ്കരിക്കുമോ, ഇവിടെ നിസ്കരിച്ചിട്ട് അവിടെ നിസ്കരിച്ചിട്ട് എന്നൊക്കെ അവനെ കണ്ട അമ്മയെ കൂടെ കൺഫ്യൂഷൻ ആക്കുന്ന നിർത്തി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ സ്ത്രീകളുടെ നമസ്കാര സ്ഥലം ഇത് കേട്ടോ. പായിപ്പാട് ജുമാ മസ്ജിദിൽ സ്ത്രീകളുടെ നമസ്കാര സ്ഥലം പായിപ്പാട് ജുമാ മസ്ജിദിൽ സ്ത്രീകളുടെ നമസ്കാര സ്ഥലം വരുന്നത് അവരുടെ മദ്രസ ക്ലാസ്സുകളോട് ചേർന്നാണ് കേട്ടോ. എനിക്കിവിടുത്തെ മദ്രസയിലെ കുട്ടികളുടെ എണ്ണം കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ മദ്രസയിലാകെ 6-7 കുട്ടികളുള്ളൂ. ഇവിടെ ഒരു LKG ക്ലാസ്സിലൊക്കെ തന്നെ 10-40 കുട്ടികളുണ്ട്. ഇത് കണ്ടോ, കുട്ടികളുടെ മാർക്കും റാങ്ക് ലിസ്റ്റും ഒക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ആയതൊക്കെ നമ്മുടെ സ്കൂളിലെ സിസ്റ്റം പോലെ തന്നെ. കാരണം ഇതാണ് മദ്രസ ക്ലാസ്സുകൾ. ഇവിടെ തന്നെ അതൊന്നും എല്ലാ ക്ലാസ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ബോർഡൊക്കെ ഇരിപ്പുണ്ട്. ചങ്കുറു അമ്മ അകത്ത് കയറി കുറേ സമയത്തിന് ശേഷം കണ്ടില്ലെന്ന് വീണ്ടും തിരക്കി പോയി അമ്മയെ കണ്ടുപിടിച്ചിട്ട് വീണ്ടും വരും. അപ്പോൾ ചങ്കുറു ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട്, എനിക്ക് നല്ല കരച്ചിട്ട് വരുന്നുണ്ട് അമ്മക്കുട്ടി, ഞാനിപ്പോൾ കരയുമെന്ന് തോന്നുന്നു ഒക്കെ. അങ്ങനെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അവിടുത്തെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു കേട്ടോ. ലൈറ്റുകൾ തെളിഞ്ഞു, ആൾക്കാരെല്ലാം ഒത്തിരിയായി. ഉംറയ്ക്ക് പോകുന്ന ഏകദേശം എല്ലാ ആൾക്കാരും വന്നു. അപ്പോൾ എല്ലാവരും അങ്ങ് പരസ്പരം സലാം പറയുകയും യാത്ര പറയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മ ഉംറയ്ക്ക് പോയപ്പോൾ ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സ്. എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.